ഞാൻ വേറെ പറയുന്നില്ല പദം. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഞങ്ങൾക്ക് വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി, അപ്പോൾ വർഗീയതയില്ല. അല്ലല്ല, UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് വർഗീയത. അതേയല്ല, നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഒരാളെ അയാൾക്ക് നമ്മുടെ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം CPM വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ടാകാമെന്നാണോ? പക്ഷേ അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ഇത് ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ, വർഗീയവാദിയാണ്. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അതെ, അത് UDF പറഞ്ഞിട്ടില്ല, ലീഗും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM നമ്മൾ അവർ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി അല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രാധാന്യം, എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതല്ല എന്റെ രാഷ്ട്രീയ പ്രശ്നം. അല്ല, അവരെ എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? CPM ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം? അവർ എന്ത് പ്രാധാന്യമാണ് കേരളത്തിൽ എന്ത് പ്രാധാന്യം? ഇത്ര വിഷമം? അല്ല, അവർക്ക് എന്ത് പ്രാധാന്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമല്ല, വളരെ കൂടിയ പ്രാധാന്യമാണ്. എന്താ കാരണം വെച്ചാൽ വർഗീയതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന വർഗീയത ഏറ്റവും ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ വക്താവാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂട്ടിയതാണ് VD സതീശൻ. വർഗീയത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക 2000 മുമ്പ്. എന്നിട്ടും മാറ്റാൻ തയ്യാറില്ല. എന്നിട്ട് അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര. ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് ചെയ്യുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM-ആണ്. ആ CPM തിരുത്തും. ആര് തിരുത്തി? ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും, അതുപോലെ തന്നെ ആരൊക്കെ വേണോ അവരെല്ലാം തിരുത്തും. അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായില്ലേ? അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. സജിച്ചൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനേ സഹായിക്കും. എന്നിട്ട് UDF കോൺഗ്രസും വർഗീയത പറയുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ നേതാക്കൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്ക് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആര് പറയുന്നതും ഒരു തരത്തിലും അത് അംഗീകരിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. CPIM-ന്റെ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കിയതാണ്. മറ്റാരെന്ത് പറഞ്ഞാലും അതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തെറ്റെടുക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ചേരും എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാടിനെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? പാർട്ടിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ചോർന്നു അപ്പൊ പറയുമ്പോൾ ഇല്ലല്ലോ. അങ്ങനെയാണ് ഞാൻ പഴയ കാര്യം പറയേണ്ടി വരും. പറഞ്ഞ പറഞ്ഞെന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്? അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കൊന്നു. ഞങ്ങൾക്ക് ഞങ്ങളില്ലാണ്ടിരിക്കുമ്പോ പരിഭ്രാന്തരാവുകയായിരുന്നു മറുപക്ഷം. ഞങ്ങൾക്ക് വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി, അപ്പോൾ വർഗീയതയില്ല. അല്ലല്ല, UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് വർഗീയത. അതേയല്ല, നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഒരാളെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ. ഇതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് എങ്ങനെ ഐക്യമുന്നണിയാകുക? ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം? CPM വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ടാകാമെന്നാണോ? പക്ഷേ അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ?
ഇത് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ വർഗീയവാദികൾ. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന് ആ വോട്ട് വരാൻ പറയണമായിരുന്നു. അതെ, അത് UDF പറഞ്ഞിട്ടില്ല, ലീഗും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM നമ്മൾ അവർ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. CPM മതനിരപേക്ഷ മതനിരപേക്ഷക്കെതിരാ നിങ്ങളുടെ ഭാഷയിൽ അവരോ? അല്ല, അവര് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നു. അവർക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന ജനാധിപത്യ പാർട്ടിയാകാം. അങ്ങനെയാ? അപ്പൊ CPM-നാകാമെന്നോ? ഞങ്ങളാവില്ല, ഞങ്ങൾ കൂട്ടുപിടിക്കില്ല, ഒരിക്കലും കൂട്ടുപിടിക്കില്ല. ഞങ്ങൾ പറഞ്ഞു വർഗീയവാദികൾ അവര് വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന്. അല്ല, വോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത്, ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കും അറിയാൻ പറ്റുക? അവര് എടുത്ത നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനെ കൂട്ടി കൊടുക്കണ്ട. അവരെടുത്ത നിലപാട് ഒരേ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചില ആൾക്ക് അനുകൂലമായിട്ടും LDF-ലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ലീഗിലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ഇനി BJP-ക്ക് എനിക്കറിയില്ല, അവർക്കെല്ലാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിനെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയില്ല. ഞങ്ങളെ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും അങ്ങനെ അവരവിടെ വാങ്ങിയിരിക്കുന്ന 45 കൊല്ലമായിട്ട് ഈ വി സജൻ പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇവിടെ മുന്നണിയാണ്. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ലല്ല.